നമസ്കാരം. ഇന്ത്യയും ന്യൂസിലാൻഡും നിർണായക സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള സാമ്പത്തിക ബന്ധം ഗണ്യമായി വർദ്ധിപ്പിക്കാനും വ്യാപാരം, നിക്ഷേപം, സഹകരണം എന്നിവ മെച്ചപ്പെടുത്താനും കരാർ സഹായകമാകുന്നതാണ് പുതിയ കരാർ. പ്രതീക്ഷാനിർഭരവും പരസ്പര പ്രയോജനകരവുമായത് എന്ന് ഇരു രാജ്യങ്ങളും കരാറിനെ വിശേഷിപ്പിച്ചു. വിപണി പ്രവേശനം വർദ്ധിപ്പിക്കാനും നിക്ഷേപ പ്രവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താനും വിവിധ മേഖലകളിലെ വ്യാപാരം, കർഷകർ, സംരംഭകർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ തുടങ്ങിയ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരാറിൽ 3 മാസത്തിനകം ഇരു രാജ്യങ്ങളും ഒപ്പിടുമെന്നാണ് റിപ്പോർട്ട്. 2025 മാർച്ചിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് FTAയുടെ ചർച്ചകൾ ആരംഭിച്ചത്. 9 മാസത്തെ റെക്കോർഡ് കാലയളവിനുള്ളിലാണ് കരാർ പൂർത്തിയായത്. കരാറിന്റെ അടിത്തറയിൽ 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാകുമെന്ന് ഇരു രാജ്യങ്ങളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അടുത്ത 15 വർഷത്തിനുള്ളിൽ ന്യൂസിലാൻഡ് ഇന്ത്യയിൽ $20 ബില്യൺ നിക്ഷേപം നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിരോധം, കായികം, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു മേഖലകളിലെ സഹകരണത്തിലെ പുരോഗതിയെ ഇരുപക്ഷവും സ്വാഗതം ചെയ്യുകയും മൊത്തത്തിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള അവരുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ സംഭാഷണത്തിനിടയിൽ നേതാക്കൾ ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുകയും ബന്ധം ഊഷ്മളമായി നിലനിർത്താനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. UK, ഒമാൻ രാജ്യങ്ങളുമായുള്ള കരാറുകൾക്ക് ശേഷം ഇന്ത്യ ഈ വർഷം വിദേശ രാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന 3ാമത്തെ കരാറാണിത്. യൂറോപ്യൻ യൂണിയനും US-ഉമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കരാർ നിലവിൽ വരുന്നതോടെ ന്യൂസിലാൻഡിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി താരിഫിൽ 95% ഇളവ് ലഭിക്കും. കരാർ ന്യൂസിലാൻഡിൽ കൂടുതൽ തൊഴിൽ സാധ്യതയും വരുമാനവും ഉറപ്പാക്കുമെന്നാണ് ലക്സൺ പറഞ്ഞത്. കരാറിലൂടെ അടുത്ത 5 വർഷത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാകുമെന്ന് മോദി പറഞ്ഞു. പാൽ, മത്സ്യം, പഴങ്ങൾ, കമ്പിളി തുടങ്ങിയവ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ ലക്ഷ്യമിടുന്ന ന്യൂസിലാൻഡിന്റെ വിപണി പ്രവേശനത്തിലെ തടസ്സങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള IT പ്രൊഫഷണലുകൾക്കും ടെലികോം, ടൂറിസം മേഖലയ്ക്കും നിർമ്മാണ മേഖലയ്ക്കും വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. 1000 ഇന്ത്യക്കാർക്ക് വർഷം തോറും മൾട്ടിപ്പിൾ എൻട്രിയോട് കൂടിയ വർക്കിംഗ് ഹോളിഡേ വിസ അനുവദിക്കാനും കരാറിൽ തീരുമാനമായി. ഇന്ത്യയും ന്യൂസിലൻഡും നിർണായക സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നത് വലിയൊരു നേട്ടമാണ്. എന്തായാലും ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക ബന്ധം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഇത് സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷാനിർഭരമായ ഒരു കരാർ തന്നെയാണ് ഇതെന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. വളരെ തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇതുമൂലം സാധിക്കുകയും ചെയ്യും.